ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് ആണ്. ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റി സി എന്ന് പറയുന്ന പോയിന്റിൽ എങ്ങനെയാണ് കണ്ടിന്യൂസ് ആകുന്നതെന്നാണ്. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഇത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ, ഇത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഇതാണ് y ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ 0 മുതൽ 0യിൽ ഫംഗ്ഷന്റെ വാല്യൂ 0 ആയിരിക്കും, 1ൽ താഴെ വരെ ഫംഗ്ഷന്റെ വാല്യൂ 0 ആയിരിക്കും. 0 1ൽ ഈ ഫംഗ്ഷന്റെ വാല്യൂ 1, അത് കഴിഞ്ഞാൽ 2ൽ താഴെ എല്ലാം ഈ ഫംഗ്ഷന്റെ വാല്യൂ 1 തന്നെയായിരിക്കും, ഈ ഹൈറ്റ് തന്നെയായിരിക്കും. 2ൽ ഫംഗ്ഷന്റെ വാല്യൂ 2 ആയി. പിന്നെ 3ൽ താഴെ വരെ ഈ ഫംഗ്ഷന്റെ വാല്യൂ 2 ആണ്. 3ൽ ഫംഗ്ഷന്റെ വാല്യൂ 3 ആണ്. എന്ന് പറഞ്ഞാൽ 2.999 ആൻഡ് സോ ഓൺ, അവിടെ ഫംഗ്ഷന്റെ വാല്യൂ ഇതിൽ താഴെയുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 2.999 സോ ഓൺ, അതിൽ താഴെയുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഏതാ? 2 ആണ്. അപ്പം ഇതിന്റെ ഫംഗ്ഷന്റെ വാല്യൂ ഈ പോയിന്റിൽ 2 ആണ്. 3ൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ 3ൽ താഴെയോ ഉള്ള ഏറ്റവും വലിയ ഇൻറ്റിജർ ഏതാ? 3 തന്നെയാണ്. അതുകൊണ്ട് 3ലെ ഫംഗ്ഷന്റെ വാല്യൂ 3 ആയി. 3ൽ ഫംഗ്ഷന്റെ വാല്യൂ 3 ആയി. അപ്പൊ നമുക്ക് ഓരോ പോയിന്റിലെയും ഫംഗ്ഷന്റെ വാല്യൂ ഒന്ന് നോക്കാം. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ സ്റ്റെപ്പ് ഫംഗ്ഷൻ പോലെയാണ് വരിക. ഇതുണ്ടോ? -1ൽ -1 ആയിരിക്കും. അത് കഴിഞ്ഞാൽ വന്ന് 0യിൽ എത്തുമ്പോൾ -1ൽ അതുപോലെ 0യിൽ എത്തുമ്പോൾ 0 ആയി. പിന്നെ 0 മുതൽ 1 വരെ, 1ൽ താഴെ വരെ ഫംഗ്ഷന്റെ വാല്യൂ 0 ആയിരിക്കും. 1ൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? 1 ആവും. അത് കഴിഞ്ഞാൽ 2 വരെ 1, 2ൽ എത്തിക്കഴിഞ്ഞാൽ 2 ആയി. 3 വരെ 2 ആയിരിക്കും. 3ൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ 3 ആയി, ആൻഡ് സോ ഓൺ. അപ്പം ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോവുകയാണ്. ഇങ്ങനെ ഈ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജമ്പ് ചെയ്യുവാണ്. അപ്പം ഈ ഫംഗ്ഷന്റെ 1ലെ, അല്ലെങ്കിൽ നമുക്ക് 2 എടുക്കാം. 2വിന്റെ ലെഫ്റ്റ് സൈഡിലെ വാല്യൂ എത്രയാ? 1 ആണ്. 2വിന്റെ റൈറ്റ് സൈഡിലെ വാല്യൂ എത്രയാ? 2 ആണ്. 2ലെ വാല്യൂ എത്രയാ? 2 ആണ്. 2ലെ വാല്യൂ 2, 2വിന്റെ റൈറ്റ് സൈഡിലെ 2.0000001ലെ വാല്യൂ 2, 1.9999ലെ വാല്യൂ 1. അപ്പൊ ഇത് 2വിൽ റൈറ്റ് കണ്ടിന്യൂസ് ആണ്, പക്ഷേ ലെഫ്റ്റ് കണ്ടിന്യൂസ് അല്ല. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ റൈറ്റ് കണ്ടിന്യൂസ് ആയിരിക്കും, പക്ഷേ ലെഫ്റ്റ് കണ്ടിന്യൂസ് അല്ല. അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഓക്കെ, ഇനി നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ, നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡൊമൈൻ ഉണ്ട്. അപ്പം we define continuous function to be one that is continuous at every point in its domain. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നിടത്തെല്ലാം കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ കണ്ടിന്യൂസ് എന്ന് പറയും. ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡൊമൈൻ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ AB-യിൽ ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. അങ്ങനെ AB-യിൽ, ഈ ക്ലോസ്ഡ് ഇന്റർവൽ AB-യിൽ മുഴുവൻ ഇത് കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയും. ഇല്ല, ഓപ്പൺ ഇന്റർവൽ AB-യിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇത് ഈ ഓപ്പൺ ഇന്റർവൽ AB-യിൽ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയും. അപ്പോൾ ഈ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ? ഫംഗ്ഷന്റെ ഡൊമൈൻ മാറുന്നതനുസരിച്ച് ഫംഗ്ഷൻ മാറും. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇതുണ്ടാ, എ ഫംഗ്ഷൻ ഓൾവേസ് ഹാസ് എ സ്പെസിഫൈഡ് ഡൊമൈൻ, ഒരു സ്പെസിഫൈ ചെയ്ത ഡൊമൈൻ ഉണ്ടാവും. സോ ഇഫ് വി ചേഞ്ച് ദ ഡൊമൈൻ ദെൻ വി ചേഞ്ച് ദ ഫംഗ്ഷൻ. അതാണ്. If a function is discontinuous at one or more point of its domain, we say that discontinuous function. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡൊമൈനിൽ എവിടെയെങ്കിലും ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ പറയും ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയും. പ്രോപ്പർട്ടീസ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ.
If the function f and g are continuous at x equal to c, then the following algebraic combinations are continuous at x equal to c. ഇപ്പം എക്സ് ഈക്വൽ ടു സിയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ എഫും ജിയും, എഫ് എന്ന പറയുന്ന ഫംഗ്ഷനും ജി എന്ന ഫംഗ്ഷനും, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനും ജി എന്ന് പറയുന്ന ഫംഗ്ഷനും സിയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് പ്ലസ് ജിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും, എഫ് മൈനസ് ജിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും, കെ ഇൻറ്റു എഫ്, കെ ഒരു എനി നമ്പർ, കെ ഇൻറ്റു എഫിൽ കണ്ടിന്യൂസ് ആയിരിക്കും, എഫ് ഇൻറ്റു ജിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും, എഫ് ബൈ ജിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും, ജി സി നോട്ട് ഈക്വൽ ടു സീറോ, സീറോ ആകുമ്പോഴല്ല, എഫ് പവർ എന്നിൽ കണ്ടിന്യൂസ് ആയിരിക്കും, എൻഡ് റൂട്ട് ഓഫ് എഫിലും കണ്ടിന്യൂസ് ആയിരിക്കും. അത്രയും നിങ്ങൾ ഓർമ്മ വേണം. ഇനി കണ്ടിന്യൂറ്റി ഓഫ് എ കോമ്പോസിറ്റ് ഫംഗ്ഷൻ. ഇപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സിയിൽ കണ്ടിന്യൂസ് ആണ്. അപ്പം എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതാണ്, അത് സിയിൽ കണ്ടിന്യൂസ് ആണ്. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എഫ് സിയിൽ കണ്ടിന്യൂസ് ആണ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സിയിൽ കണ്ടിന്യൂസ് ആണ്, ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എഫ് സിയിൽ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ജി ഡോട്ട് എഫ്, എഫിൻ്റെയും ജിയുടെയും കോമ്പോസിറ്റ് ഫംഗ്ഷൻ ജി ഡോട്ട് എഫ് എവിടെയായിരിക്കും? സിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും. അതാണ് തിയറം. അത് നിങ്ങൾക്ക് ഇതാ, if f is continuous at c and g is continuous at fc, then the composite function g dot f is continuous at c. അതാണ്. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുവാണ്. Then example 8, show that the following functions are continuous on their natural domain. ഇതാണ് ആദ്യത്തെ ഫംഗ്ഷൻ y ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 5. ഇത് നാച്ചുറൽ ഡൊമൈനിൽ കണ്ടിന്യൂസ് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് നാച്ചുറൽ, ഇത് ആദ്യത്തെ സ്ക്വയർ റൂട്ട് ഫംഗ്ഷനാണ്. ഇതായത് സ്ക്വയർ റൂട്ട് ഓഫ്, ഈ സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ എവിടെയാണ്? 0 ഇൻഫിനിറ്റിയിൽ കണ്ടിന്യൂസ് ആണ്. അപ്പം ഇതിൻ്റെ ഈ ഫംഗ്ഷൻ ഈ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 5 0യിൽ കൂടുതലാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ നാച്ചുറൽ ഡൊമൈനിൽ കണ്ടിന്യൂസ് ആണ്. കൂടാതെ ഈ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 5 എന്ന് പറയുന്ന ഒരു പോളിനോമിലാണ്. പോളിനോമിൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ആണ്. അതിൻ്റെ ഉള്ളിൽ വരുന്ന അത് നാച്ചുറൽ 0 ഇൻഫിനിറ്റിയിൽ അത് കണ്ടിന്യൂസ് ആണ്. അതിൻ്റെ ഉള്ളിൽ വരുന്ന സ്ക്വയർ റൂട്ട് പോളിനോമിൽ മൈനസ് 2x മൈനസ് 3 കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇത് സ്ക്വയർ റൂട്ടിൻ്റെയും പോളിനോമിയലിൻ്റെയും ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് ഇത് നാച്ചുറൽ ഡൊമൈനിൽ കണ്ടിന്യൂസ് ആണ്. ഇത് കണ്ടിന്യൂസ് ആണ്. ഇനി ഇതെന്ന് പറഞ്ഞാൽ ഇതിന് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഓൾ ടു ദ പവർ ഓഫ് 1/3 ആണ്. ഈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. അതിൻ്റെ ക്യൂബ് റൂട്ടാണിത്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് ന്യൂമറേറ്റർ കണ്ടിന്യൂസ് ആണ്. ന്യൂമറേറ്റർ കണ്ടിന്യൂസ് ആണ്. പിന്നെ ഇതിൻ്റെ ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവില്ല. എക്സ് റേസ് ടു 4 എപ്പോഴും പോസിറ്റീവാണ്. അതുകൊണ്ട് ഡിനോമിനേറ്റർ 1 + x⁴ കണ്ടിന്യൂസ് ആണ്, 0 ആവില്ല. അപ്പം ന്യൂമറേറ്റർ കണ്ടിന്യൂസ് ആണ്, ഡിനോമിനേറ്റർ 0 ആവില്ല, അതും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താ, ഇത് കണ്ടിന്യൂസ് ആയിരിക്കും. റാഷണൽ ഫംഗ്ഷനാണ്. ഇത് മുകളിലുള്ളതും കണ്ടിന്യൂസ് ആണ്, ന്യൂമറേറ്റർ കണ്ടിന്യൂസ് ആണ്, ഡിനോമിനേറ്റർ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആണ്. ദെൻ ഈ ഫംഗ്ഷൻ, ഇതിൻ്റെ ന്യൂമറേറ്റർ എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഇത് എക്സ് സ്ക്വയർ മൈനസ് 2 എപ്പോഴാണ് അത് കണ്ടിന്യൂസ് ആണ്. പക്ഷേ അത് 0 അല്ലാത്തപ്പോൾ, 0 ആകുമ്പോൾ ഡിനോമിനേറ്റർ 0 ആവും. എക്സ് പ്ലസ് 2 മൈനസ് 2 ആകുമ്പോൾ ഈ ഡിനോമിനേറ്റർ 0 ആയി പോകും. അപ്പോൾ x ≠ +2 or -2 ഡിനോമിനേറ്റർ എന്തല്ല,
സീറോ അല്ല. അപ്പം ന്യൂമറേറ്ററും കണ്ടിന്യൂസ് ആണ്, ഡിനോമിനേറ്റർ സീറോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണ്. അപ്പം ഈ എക്സ് നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2-ൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അതാണ്. ദെൻ ദിസ് ഫംഗ്ഷൻ സൈൻ എക്സ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, എക്സും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എക്സ് സൈൻ എക്സ് കണ്ടിന്യൂസ് ആണ്, ന്യൂമറേറ്റർ കണ്ടിന്യൂസ് ആണ്. പിന്നെ ഡിനോമിനേറ്റർ സീറോ ആവൂല. x² + 2 എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, അത് സീറോ ആവൂല, അതുകൊണ്ട് അതും കണ്ടിന്യൂസ് ആണ്. അപ്പം ന്യൂമറേറ്റർ കണ്ടിന്യൂസ് ആണ്, ഡിനോമിനേറ്റർ കണ്ടിന്യൂസ് ആണ്. അപ്പം ആ റാഷണൽ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. അബ്സല്യൂട്ട് വാല്യൂ ഇവിടെയാണെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. ഇതും അബ്സല്യൂട്ട് വാല്യൂ ആണ്, അപ്പോൾ അതും കണ്ടിന്യൂസ് ആണ്. ദെൻ അടുത്തത് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം ഫോർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. If f is continuous on a closed interval a b, ഇതാ എ ബി എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ ഈ എഫ് എക്സ് എന്ന് പറയുന്ന y = f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ആൻഡ് if y0 is any value between f(a) and f(b), ഇതാണ് f(a), y ആക്സിസ് ആണ്, ഇത് f(b), ഇതോ f(a), ഇതാണ് f(a)യും f(b)ക്കും ഇടയിലുള്ള ഇന്റർവെല്. അതിൽ y0 എന്താ? y0 ഈസ് എനി വാല്യൂ ബിറ്റ്വീൻ f(a) and f(b), ഇതിന്റെ ഇടയിലുള്ളൊരു വാല്യൂ ആണ് y0. അങ്ങനെയാണെങ്കിൽ എ മുതൽ ബി വരെ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പൊ കൈയെടുക്കാതെ ഈ ഫംഗ്ഷൻ ഇങ്ങനെ വരയ്ക്കാം. ഇത് ഈ ഹൈറ്റ് f(a), ഈ ഹൈറ്റ് f(b), അതിനിടയിലുള്ള ഒരു പോയിന്റ് ആണ് y0, ഈ ഹൈറ്റ് ആണ് y0. അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റിൽ ഒരു സി ഉണ്ടാവും, ഒരു സി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത്. ഇതിനിടയിൽ ഇതാ then y0 = f(c), ഒരു സി എന്ന് പറയുന്ന സി ഫോർ സം സി ഇൻ എ ബി. ഈ ഹൈറ്റ് f(a), ഈ ഹൈറ്റ് f(b), ഈ y0 എന്ന് പറയുന്ന ഈ ഹൈറ്റ് ആണ് y0, ഈ ഹൈറ്റ് ആണ് y0. അങ്ങനെയാണെങ്കിൽ സിയുടെ വാല്യൂ y0 ആയിരിക്കും. സിയുടെ ഫംഗ്ഷന്റെ വാല്യൂ y0 = f(c). നിങ്ങൾ എന്ന് വെച്ചാൽ ഇതിനിടയിലുള്ള ഒരു വാല്യൂ ആണ്. അതിനിടയിലുള്ള വാല്യൂവിൽ ഒരു ഇതാ ഈ ഹൈറ്റിന്റെയും ഇടയിൽ ഇതാ ഇവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, കൈയെടുക്കാതെ വരയ്ക്കാം. അതിനുള്ളിലുള്ള ഒരു പോയിന്റ് ആണ് y0, ഈ ഹൈറ്റ് ആണ് y0. അങ്ങനെയാണെങ്കിൽ y0 സിയുടെ ഇമേജ് ആണെന്നാണ് പറയുന്നത്. y0 is a image of y0 = f(c). അതാണ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം. നെക്സ്റ്റ് എക്സാമ്പിൾ. ഷോ ദാറ്റ് ദർ ഈസ് എ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ x³ - x - 1 = 0 ബിറ്റ്വീൻ 1 and 2. 1-നും 2-നും ഇടയ്ക്ക് ഈ ഇക്വേഷന് റൂട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. റൂട്ട് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ ഇക്വേഷനെ f(x) ആയിട്ട് എടുത്തു. ഈ ഇക്വേഷനെ f(x) ആയിട്ട് എടുത്തു. അപ്പോൾ f(x) എന്ന് പറയുന്നത് x³ - x - 1. ഇതെന്ത് ഫംഗ്ഷനാണ്? കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, കണ്ടിന്യൂസ് ആണ്. ഇനി എക്സിന് സ്ഥാനത്ത് 1 കൊടുക്കുക. f(1) എന്താ? 1 - 1 - 1. അപ്പോൾ എത്രയാ? ഇത് രണ്ടും കൂടെ പോയി -1. അപ്പോൾ f(1) എത്രയാ? -1. ഇത് കണ്ടോ? -1 ആണ്. 1ന്റെ വാല്യൂ -1 ആണ്. അതിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. -1 ആണ്. 1ലെ വാല്യൂ -1 ആണ്. ഇനി എക്സിന് 2 കൊടുക്കുക. 2 കൊടുക്കുമ്പോൾ 2³ - 2 - 1, അത് 5 ആണ്. അപ്പം 2ലെ വാല്യൂ 5 ആണ്. ഇതാ 2ലെ വാല്യൂ 5, 1ലെ വാല്യൂ -1. അപ്പൊ ഈ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 മുതൽ 2 വരെ കൈയെടുക്കാതെ വരയ്ക്കാൻ പറ്റും. 1ലെ ഫംഗ്ഷൻ ഇതാണ്. 2 വരെ കൈയെടുക്കാതെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും.
ഇങ്ങനെ വരയ്ക്കാൻ പറ്റും, ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അങ്ങനെ വരയ്ക്കുമ്പോൾ അതാണ് കണ്ടിന്യൂസ്. ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം അനുസരിച്ച് എന്ത് ചെയ്യാം? ഇതാ പോളിനോമിയൽ. അങ്ങനെയാണെങ്കിൽ ഈ വണ്ണിനും വി സി ദാറ്റ് വൈ നോട്ട്, ഇതാണ് ഈ വൈ നോട്ട് എന്ന് പറയുന്ന വാല്യൂ, ഇവിടുത്തെ ഹൈറ്റ് 0 ആണ്. വൈ നോട്ടിലെ ഹൈറ്റ് 0 ആണ്. ഇവിടുത്തെ ഹൈറ്റ് എത്രയാ? ഇവിടുത്തെ ഹൈറ്റ് -1. ഈ 2വിലെ ഹൈറ്റ് എത്രയാ? 5. ഈ 5. അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടുന്ന് കൈയെടുക്കാതെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു പോയിന്റ് ഉണ്ടാവും, വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാവും. ആ വൈ നോട്ട് എന്തിനാ? വൈ നോട്ട് 0 ആയിരിക്കും. അപ്പം എക്സിന് ഏത് വാല്യൂ കൊടുത്താലാണ് 0 കിട്ടുക? ഒരു വാല്യൂ കൊടുത്താൽ എക്സിന് ഒരു വാല്യൂ കൊടുത്താൽ വൈ നോട്ട് 0 ആയിരിക്കും. ഈ എക്സിന് ഒരു വാല്യൂ കൊടുത്താൽ, ഈ എക്സിന് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഇതാണ്, ഈ എക്സിന് ഒരു വാല്യൂ കൊടുത്താൽ അതിന്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും, വൈ നോട്ട് ആയിരിക്കും. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മളത് കണ്ടുപിടിക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എക്സിന് ഒരു വാല്യൂ കൊടുത്താൽ അത് 0 കിട്ടും. കാരണം ഒന്നുകൂടെ പറയാം, എഫ് ഓഫ് 1 നെഗറ്റീവാണ്, -1 ആണ്. എഫ് ഓഫ് 2 +5 ആയിരിക്കും. അപ്പം -1 നിന്ന് +2 വരെ ഫംഗ്ഷൻ ഇങ്ങനെ പോകും. -1 മുതൽ +2 വരെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ അതിനിടയിൽ ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റാണ് -1 മുതൽ +5 വരെ പോകുമ്പോൾ അതിനിടയിൽ പോയിന്റ് ഉണ്ടാവും. വൈ നോട്ട് എന്ന് പറയുന്ന ഒരു 0 ഉണ്ടാവും. ആ 0 കിട്ടുന്ന എന്താ? എക്സിനൊരു വാല്യൂ എടുക്കുമ്പോൾ അത് കിട്ടുന്നത് എക്സിന്റെ വാല്യൂ 1.32 ആണ്. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഒന്നും കൂടെ പറയാം, ഇതെങ്ങനെയാ കണ്ടിന്യൂസ്. ഷോ ദാറ്റ് there is a root of equation x³ - x - 1 = 0 between 1 and 2. അപ്പോൾ നമ്മൾ ആദ്യം ഇത് കണ്ടിന്യൂസ് ആണെന്ന് പറയും. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് എക്സിന് 1 കൊടുത്തു. അപ്പോൾ എഫ് ഓഫ് 1 എന്താ? എഫ് ഓഫ് 1 = -1. എക്സിന് 2 കൊടുത്തു. അപ്പോൾ എഫ് ഓഫ് 2 എന്താ? 5. അപ്പോൾ -1 മുതൽ 5 വരെയാണ്. അപ്പോൾ അതിനിടയിലുള്ളൊരു വാല്യൂ ആണ് 0. അങ്ങനെയാണ് 0 കിട്ടുന്ന അവിടുത്തെ വാല്യൂവിൻ്റെ പോലെയാണ് വൈ എന്ന് പറയുന്നത്, വൈ നോട്ട് എന്ന് പറയുന്നത്. വൈ നോട്ടിലെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പം വൈ നോട്ട് = സം ഫംഗ്ഷൻ ഓഫ് എക്സ് നോട്ട് ആയിരിക്കും, അല്ലെങ്കിൽ സി ആയിരിക്കും. സി. ഈ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ സി എന്തിനിടയിലായിരിക്കും? 1നും 2വിനും ഇടയിലായിരിക്കും ആ സി. ആ സി നമ്മളിവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ സി നമുക്ക് കിട്ടുന്നത് 1.32 ആയിരിക്കും. 1.32 ആയിരിക്കും ആ സി. അതിൻ്റെ കർവാണ് ഇവിടെ കൊടുത്തത്. ആ 1.3247. ഇതാണ് പോയിന്റ്. ഇതാണ് പോയിന്റ്. അതിനെ എല്ലാം സ്യൂം ചെയ്തതാണിത്. ഇതാണ് അസ്യൂം ചെയ്ത്. ഇതാണ് ആ പോയിന്റ്. ആ പോയിന്റാണ് 1.3247. നെക്സ്റ്റ് എക്സാമ്പിൾ. യൂസ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം. പ്രൂവ് ദാറ്റ് ദ ഇക്വേഷൻ √2x + 5 = 4 - x². ഇതാണ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം ഉപയോഗിച്ച് ഇത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ 4 - x² ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. ഇങ്ങനെ എഴുതും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് ഈ 2x + 5 എന്നുള്ളത് നെഗറ്റീവ് ആകാതിരിക്കുന്ന എപ്പോഴാ? എക്സിന്റെ വാല്യൂ -5/2 കൂടുതലാണെങ്കിൽ ഈ റൂട്ടിനുള്ളിലുള്ളത് 0 ആവൂല, അല്ല നെഗറ്റീവ് ആവൂല. അപ്പം -5/2 മുതൽ ഇൻഫിനിറ്റി വരെ ഈ 2x + 5 പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ റൂട്ട്, ഇത് നാച്ചുറൽ ഡൊമൈന് √2x + 5 എന്തായിരിക്കും? -5/2 മുതൽ ഇൻഫിനിറ്റി വരെ കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ x² - 4 കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പം ഇത് കണ്ടിന്യൂസ് ആണ്. -5/2 മുകളിലേക്ക് ഇതും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് ഇതിന്റെ സം എന്താ? കണ്ടിന്യൂസ് ആണ്. അതാണ് കണ്ടിന്യൂസ് ആണ്.
അപ്പോൾ ഈ ഫംഗ്ഷനെ നമ്മൾ എടുക്കുക. ഈ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. നമുക്ക് എക്സിന്റെ ഒരു വാല്യൂ ഉണ്ട്. ആ എക്സിന്റെ വാല്യൂ എക്സിന് ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ കൊടുത്താൽ 0 കിട്ടുന്ന റൂട്ട് ഉണ്ടെന്നാ സൊല്യൂഷൻ ഉണ്ടെന്നാ പ്രൂവ് ചെയ്യണ്ടേ. അപ്പോൾ എക്സിനൊരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ കൊടുത്താൽ ഈ ഫംഗ്ഷന് 0 കിട്ടുന്ന പ്രൂവ് ചെയ്യണ്ടേ. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ എഫ്(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ. അത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇനി നമ്മൾ എക്സിന് നമ്മൾ എന്ത് ചെയ്യും? എക്സിന് ഓരോ വാല്യൂ 0 കൊടുക്കും. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് 0 കൊടുക്കുക. നിങ്ങൾ ചെയ്ത് നോക്കണം. എക്സിന് 0 കൊടുത്ത് നോക്കുക. ഈ എക്സിന് 0 കൊടുത്താൽ ഇതിന്റെ വാല്യൂ എത്രയായിരിക്കും? -1.76 ആവും. ഇനി എക്സിന് 2 കൊടുക്കുക. എക്സിന് 2 കൊടുത്താൽ ഇതിന്റെ വാല്യൂ 3 ആവും. അപ്പം -1.46നും 0 f(0) -1.76 ആണ്. f(2) എത്രയാ? 3 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ ഇതിനിടയിൽ ഉണ്ടാവും ഒരു 0 കിട്ടും. എക്സിന് ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഒരു സി ഉണ്ടാവും. ആ FC എന്തായിരിക്കും? FC 0 ആയിരിക്കും. അതാണ് ഇതിന്റെ സൊല്യൂഷൻ. മൈനസിനും f(0) മൈനസ്, f(2) പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഒരു സി ഉണ്ടാവും. മൈനസിനും പ്ലസിനും ഇടയ്ക്ക് ഒരു സി ഉണ്ടാവും. FC = 0. അപ്പോൾ നമുക്ക് എന്താവും പറ്റും? ഇതിനിടയിൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഈ ഫംഗ്ഷന് ഒരു സൊല്യൂഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഈ ഫംഗ്ഷന് ഒരു റൂട്ടുണ്ട്. അതാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഫിഗർ ഒന്ന് നോക്കാം. ഫിഗർ ഇതുണ്ടോ? അതിൻ്റെ ഫിഗറാണ്. ഇതാണ് നമ്മൾ y = √2x + 5 എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ. ഇതാണ് y = √2x + 5 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതാണ്. ഇതോ y = 4 - x² എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പം ഇത് രണ്ടും തുല്യമാകുമ്പോൾ റൂട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇതുണ്ടോ? ഇത് y = √2x + 5 എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇത് y = 4 - x² എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇത് രണ്ടും തുല്യമാകുന്ന പോയിന്റ് ഇതാണ്. അവിടുത്തെ പോയിന്റാണ് ആ സി. കണ്ടോ? ഈ സിയിൽ എന്തായിരിക്കും? ഈ രണ്ട് ഫംഗ്ഷൻ തുല്യമാവും. √2x + 5 = 4 - x². അത് ഈ സിയിലാണ്. അല്ലെങ്കിൽ ഇത് നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണിത്. അപ്പം ഇതാണ് സി. 0യ്ക്കും 2നും ഇടയിലാണ് ഈ സി. ഈ സിയിലെ വാല്യൂ എത്രയായിരിക്കും? 0. അല്ലെങ്കിൽ ഇതുണ്ടോ? ഈ ഇക്വേഷനിൽ ഈ സിയുടെ വാല്യൂ കൊടുക്കുക. 0യ്ക്കും 1നും ഇടയിൽ ഈ സിയുടെ വാല്യൂ കൊടുത്താൽ ഈ ഇക്വേഷൻ 0 ആവും. അത് രണ്ട് ഇക്വേഷനും എന്ന് പറയുന്ന ഈ ഇക്വേഷനും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന്റെ എക്സ് ആക്സിലുള്ള വാല്യൂ ആണ് സി. അപ്പം രണ്ട് തരത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.